മറ്റുള്ളവരോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നത് അവസാനിപ്പിക്കുക. കാരണം 20% പേർ അത് കാര്യമാക്കില്ല. ബാക്കി 80% പേരും അതിൽ സന്തോഷിക്കുകയുള്ളൂ. ഈശ്വരൻ നമുക്ക് 2 കണ്ണുകളും 2 കാതുകളും തന്നിരിക്കുന്നത് കൂടുതൽ കാണാനും കൂടുതൽ കേൾക്കാനുമാണ്. എന്നാൽ നമുക്ക് ഒരു നാക്ക് മാത്രം തന്നിരിക്കുന്നത് കുറച്ചു മാത്രം സംസാരിക്കാനുമാണ്. മനുഷ്യൻ്റെ മിക്ക വൈകാരിക പ്രശ്നങ്ങളുടെയും പ്രധാന കാരണം നാവിൻ്റെ ശരിയല്ലാത്ത ഉപയോഗമാണ്. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ക്ഷമാപണം നടത്തുന്നത് നല്ലതാണ്. എന്നാൽ അത് ഒരിക്കലും വിശ്വാസം തകരുമ്പോൾ ആകരുത്. ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും. എന്നാൽ ഒരിക്കലും വിശ്വാസം തകർക്കരുത്. കാരണം ക്ഷമിക്കാൻ എളുപ്പമാണ്. എന്നാൽ അത് മറക്കാനും വീണ്ടും വിശ്വസിക്കാനും ചിലപ്പോൾ അസാധ്യമാണ്. യാഥാർത്ഥ്യം അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ ഓരോന്ന് സങ്കൽപ്പിച്ച് ചിന്തിച്ചു കൂട്ടരുത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളോ പെരുമാറ്റമോ ഉണ്ടാകുന്നതിന് മുൻപേ അവരുടെ സ്ഥാനത്തെ നിങ്ങൾ ആണെന്ന് ചിന്തിക്കുക. വ്യക്തമായി അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാനോ വിധി കൽപ്പിക്കാനോ നിൽക്കരുത്. ഏതൊരു വ്യക്തിയും സ്വന്തം കർമ്മം കൊണ്ട് മറ്റൊരു വ്യക്തിയെയോ ജീവിയെയോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ദ്രോഹിക്കുന്നവർക്ക് അതേ കർമ്മഫലം തന്നെയാണ് വരുന്നത്. എത്ര വൈകിയായാലും അത് നിങ്ങളെ തേടി തന്നെ വരുമെന്നതാണ്. ഒരാളെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിലും ചിലർക്ക് അവരെ നാണം കെടുത്തുന്നതിലും അപമാനിക്കുന്നതിലും നല്ല അറിവാണ്. അതുപോലെ ഒരു കാര്യത്തെപ്പറ്റി ഒരു വിഷയത്തെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിലും അതിനെപ്പറ്റി ആധികാരികമായി പറയുന്നവരാണ് മറ്റു ചിലർ. നിങ്ങളോട് തെറ്റ് ചെയ്തിട്ട് കുറ്റബോധം തോന്നാത്ത ആളുകൾ നിങ്ങളൊരു മോശം വ്യക്തിയാണെന്ന് വരുത്തിത്തീർക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ദുഃഖങ്ങളെ ചികിത്സിക്കുന്ന ചില മനുഷ്യന്മാരുമുണ്ട്. അവരും മരുന്നൊന്നും തരികയില്ല. അവർ തന്നെയാണ് അതിനുള്ള മരുന്ന്. ഒരു പെണ്ണിനോട് പുരുഷന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കരുണ അവളെ കരയിപ്പിക്കാതിരിക്കലാണ്. കരയിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. കരയിപ്പിക്കാതിരിക്കലാണ് പ്രയാസം. യാഥാർത്ഥ്യം അകലെ ആണെങ്കിലും പുകഴ്ത്തി പറയുന്നവരെയാണ് എല്ലാവർക്കും ഇഷ്ടം. സത്യം എല്ലാവർക്കും പറയുന്ന പലരും ഇഷ്ടപ്പെടാറില്ല. കാരണം ഇഷ്ടമില്ലാത്ത സത്യങ്ങൾ ആരും ഇഷ്ടപ്പെടാറില്ല. ക്ഷമയുടെ ഭംഗി അറിയുന്നവനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. ടാഗോറിൻ്റെ ഇംഗ്ലീഷ് രചനകളിൽ ഒന്നിങ്ങനെ കുറിച്ചിടുന്നു: നീ വിളിക്കുമ്പോൾ ഒപ്പം വരാൻ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക. നിന്നോട് ആരും സംസാരിക്കുവാൻ കൂട്ടാക്കാതിരിക്കുകയും അവരുടെ വിലയേറിയ മുഖങ്ങൾ തിരിച്ചുപിടിക്കുകയും ചെയ്താൽ നീ സ്വയം സംസാരിക്കുക. ആരും തയ്യാറാകാതിരിക്കുകയും ഒപ്പം നടന്നവർ ഉപേക്ഷിച്ച് പോവുകയും ചെയ്താൽ മുള്ളു നിറഞ്ഞ പാതയിലൂടെ ഒറ്റയ്ക്ക് നടന്ന് രക്തം ഒഴുക്കുക. കൊടുങ്കാറ്റ് നിറഞ്ഞ രാത്രിയിൽ ആരും വെളിച്ചം തെളിയിക്കാതിരിക്കുകയും അവരുടേതല്ല എന്ന വാതിലുകൾ നിലച്ച് കൊട്ടിയടക്കുകയും ചെയ്താൽ ഇടിമിന്നൽ നിന്റെ ഹൃദയം തെളിയുകയും ഒറ്റയ്ക്കിരിക്കുകയും ചെയ്യുക. നമുക്ക് കാണാഞ്ഞിട്ട ചിത്രങ്ങളിലോ നമ്മൾ വായിക്കുന്ന പ്രൊഫൈലിലോ അല്ല, കുറച്ചുകൂടെ അരികിലിരുന്ന് സങ്കടങ്ങളെ കാതോർക്കുമ്പോൾ മനുഷ്യരെ അറിയാൻ സാധിക്കുകയുള്ളൂ. പുറത്തുകൊടുക്കലാണ് ഏറ്റവും നല്ല പ്രതികാരം. പറയാൻ മറുപടിയൊന്നും ഇല്ലാതെ മനുഷ്യരുടെ കണ്ണ് നിറയുന്നത് കാണാം. തനിച്ചാകാതിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ട ഏതൊരാൾക്കും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറേക്കൂടി ഭാരമില്ലാതെ മുന്നേറും. നമുക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നമ്മുടേതല്ലാത്ത ഇടങ്ങളാണ്. ധീരമായി ഉപേക്ഷിക്കുക. അന്തസ്സായി ജീവിക്കുക. മുന്നിലിരുന്ന് കരയുന്ന ഒരാളോടും കരയല്ലേ എന്ന് പറയാറില്ല. കരച്ചിലൊരു പറച്ചിലാണെന്ന് തോന്നുന്ന, കണ്ണീർ കൊണ്ട് മാത്രം പറയാവുന്ന ചിലതുണ്ട്. എല്ലാവർക്കും അതൊരു വെറും തുള്ളി അല്ലെന്ന് തിരിച്ചറിയുന്നവരുടെ മുന്നിൽ മാത്രം. ആർക്കും കൊടുക്കാത്ത ഒരു സ്നേഹം നമ്മൾ ഒരാൾക്ക് നൽകുമ്പോൾ ആരും തരാത്ത ഒരു സങ്കടം തിരിച്ചു തരാനുള്ള അവസരം കൂടിയാണ് അയാൾക്ക് നൽകുന്നത് എന്ന് ഓർത്തുവെക്കേണ്ടത് നല്ലതാണ്. ഒരാൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നറിയാൻ
ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ ഒരാൾക്ക് നമ്മളോടുള്ള സ്നേഹം കുറയുന്നുണ്ട് എന്നറിയാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. ഇട്ടേച്ചു പോയവരെ ഓർത്ത് ദുഃഖിച്ചിരിക്കരുത്. അർഹിക്കുന്നില്ല. വിട്ടുപോകാത്തവരെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതോർത്തുള്ള സങ്കടം മതി. ഒരു സ്ത്രീ അവളുടെ പങ്കാളിയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവളുടെ കൂട്ടുകാരനെയാണെന്ന് പഠനങ്ങൾ പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.